ഹായ് ഗായ്സ്, ഞങ്ങളുടെ ലക്ഷദ്വീപിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ ഈ മോന് ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള റൂമിലെ കുട്ടിയാണ് കേട്ടോ. ഞങ്ങളായിട്ട് നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു ഇവന്. ലക്ഷദ്വീപിലെ ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സ്കൂബ ഡൈവിംഗ് ആണ്. ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഒരു ഡ്രീമെന്ന് തന്നെ പറയാം, അങ്ങനെയുള്ളൊരു കാര്യമാണ് സ്കൂബ ഡൈവിങ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്കൂബ ഡൈവ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, അവിടെ സെറ്റ് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ട്രെയിനേഴ്സ് എടുത്തു തന്നു. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇത് ഞങ്ങളുടെ ഒരു വലിയ ഡ്രീം ആണെങ്കിൽ കൂടെ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ഈ ട്രെയിനേഴ്സ് അതൊക്കെ ഓക്കെ ആക്കി തന്നു. ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ സ്കൂബ ടീം. അവിടെ എത്തി കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഫോമൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് തരും. അതൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം അവർ നമുക്ക് ക്ലാസ് എടുക്കും. നമുക്ക് എങ്ങനെയൊക്കെയാണ് സ്കൂബ ചെയ്യേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെയാണ് സേഫ്റ്റി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അവർ പറഞ്ഞു തരും. അതിനുശേഷം നമ്മളിതായി ബോട്ടിലേക്ക് കയറിയിട്ട് സ്കൂബ ഡൈവിങ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്നോർക്കലിംഗ് ആണെന്നുണ്ടെങ്കിലും ഇത് തന്നെയല്ലേ ഇനി സ്കൂബ ഡൈവിങ് ചെയ്യുമ്പോഴും കാണുക എന്നുള്ളത് ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് അങ്ങനെയല്ല, അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. Some politics are there. I saw lots of politics towards the people. One Pelisiport. Wait, upload করছে মা বলছে তার প্রচুর ওয়েট আছে। ഇതെന്തിനാ? ഇത് നമ്മൾ താഴേക്ക് പോകാൻ വേണ്ടിയിട്ട്, അടിയിൽ പോകില്ല നമ്മൾ. അപ്പോൾ പുള്ളിക്കാർക്ക് വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് വെയിറ്റ്. But when if you know many things, then you have lot of problems. If you don't know many things, then okay, relax. There is no problem. Just go and chill. That is the main thing. We done snorkeling yesterday. That was good. No problem. I hope. Snorkeling is easy. പുറത്തോട്ട് കൊണ്ടിട്ട് അറിഞ്ഞു കൊടുക്കണം. ചൂണ്ടയിലിടും ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും സാധനം, അതിൽ ഉക്കും ഉണ്ടാവില്ല. ജസ്റ്റ് പോലുകൊണ്ട് വെച്ച് കടലിലോട്ട് ചൂണ്ടയിൽ അതിനെ കുറെ ഞങ്ങൾ തീരത്ത് കണ്ടിരുന്നു. നല്ല ഇപ്പോൾ ബോക്സിലിട്ടാൽ അടിവാണെന്ന് പറയാം. അത്ര വേണം സാധനം. എക്സ്പീരിയൻസ് ഫ്രീ ആയി കഴിഞ്ഞാൽ നമ്മൾ എക്സലിംഗ് ബബിൾ തലത്തിൽ കയറിയിട്ട് മുകളിലേക്ക് പോകും. വേറെ തല പോലെ പെയിൻ ഉണ്ടാവും. അപ്പോൾ റെഗുലേറ്റർ ചെയ്യുമ്പോൾ ചുണ്ട് കൊണ്ട് ഫുള്ള് സീൽ ചെയ്ത് പിടിക്കും. അപ്പോൾ കടിച്ചു പിടിച്ചോണ്ടേ അടിച്ചു പിടിക്കുക, പക്ഷേ വായിൽ കുറച്ച് പോയിരിക്കാൻ ചുണ്ട് കൊണ്ട് സീൽ ചെയ്ത് വെള്ളം കയറാൻ ഉണ്ടാവും. പോട്ട് അപ്പം ജസ്റ്റ് ഓടി വിട്ടു ഇതിനെ അവിടെ ഇല്ലല്ല, അവിടെ ലാഡറായി തുറക്കുന്ന ലാഡറായതുകൊണ്ട് ഇല്ലല്ല, അവിടെ കുരുങ്ങിയാൽ നമ്മൾ അവിടെ ചവിട്ടി പിടിക്കും. നമ്മൾ വിടാണ്ട് ഇത് കഴിയുന്ന ഇതില്ല. അതാ മെയിനായിട്ട് ഞങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. അവിടെ
എക്സ്പീരിയൻസ് പറയൂ. ഇല്ല ഒരാൾ ഫസ്റ്റ് ഇറങ്ങേണ്ടത്. നാവിക്കൊക്കെ വരുമ്പോ സെറ്റ് ആവും. കൈയൊന്ന് സ്ട്രൈറ്റ് ചെയ്ത് പിടിച്ച രണ്ട് കൈ. ഇത് ലാഡർ ഇടണ്ട. പേടിയില്ല. പറ്റിയലാടുന്ന ക്യാമറയിൽ ചത്താർച്ച. അപ്പൊ നാട്ടിക്കൊരു പാർസലല്ലേ? ബൈ ബൈ. ബൈ ബൈ. പാവടാ.